പാൻ കാർഡുമായി ബന്ധപ്പെട്ട് വന്ന ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് പാൻ കാർഡ് 2.0 എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മുടെ കയ്യിൽ പാൻ കാർഡ് ഉള്ളവരും അല്ലെങ്കിൽ പുതിയൊരു പാൻ കാർഡ് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നവർക്കും ഈ ഒരു പർട്ടിക്കുലർ വീഡിയോ എന്ന് പറയുന്നത് യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. സോ ബേസിക്കലി എന്താണ് പാൻ കാർഡ് 2.0? അതായത് ഇപ്പം നമുക്ക് എക്സിസ്റ്റ് ചെയ്തിരിക്കുന്ന പാൻ കാർഡ് മാറി പുതിയൊരു പാൻ കാർഡ് വരികയോ അല്ലെങ്കിൽ പുതിയൊരു പാൻ നമ്പർ കിട്ടുമോ ഒന്നുമല്ല സംഭവിക്കുന്നത്. ബേസിക്കലി ഇപ്പോഴുള്ള പാൻ കാർഡിലെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് അപ്ഡേറ്റ് ചെയ്യുന്നു, ഒരു അപ്ഡേറ്റഡ് ഡിജിറ്റലൈസ്ഡ് ഫോർമാറ്റിലേക്ക്. ഓൾറെഡി ഡിജിറ്റൽ കാർഡാണ് എങ്കിലും കൂടുതൽ അപ്ഡേറ്റഡ് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് അല്ല, കൂടുതൽ ഫീച്ചേഴ്സ് എനേബിൾ ആയിട്ടുള്ള ഒരു കാർഡായിട്ട് മാറുന്നു എന്നുള്ള വ്യത്യാസം മാത്രമാണ് ഇതിനകത്തുള്ളത്. സോ ബേസിക്കലി ഇനി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് സിംഗിൾ പോർട്ടൽ വഴിയായിട്ടായിരിക്കും പാൻ കാർഡും ടാൻ കാർഡും എടുക്കാനായിട്ട് സാധിക്കുക. പണ്ട് 3 ഡിഫറെന്റ് പോർട്ടൽ വഴിയായിട്ട് പാൻ കാർഡുകൾ എടുക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഇനിയെല്ലാം യൂണിഫൈഡ് ആയിട്ടുള്ള സിംഗിൾ പോർട്ടൽ വഴിയാണ് കംപ്ലീറ്റ് ആക്സസ് ഉണ്ടാവും. സോ നിങ്ങൾക്ക് ഇപ്പോൾ ബേസിക്കലി ഓൾറെഡി ഒരു എക്സിസ്റ്റിംഗ് ആയിട്ട് പാൻ കാർഡ് കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ അപ്ഡേറ്റ് ചെയ്യാം. അപ്ഡേറ്റ് ചെയ്യുന്ന ഫ്രീ ഓഫ് കോസ്റ്റ് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് ലഭിക്കുന്നതാണ്. അതല്ല നിങ്ങൾക്ക് പഴയ പാൻ കാർഡ് തന്നെയാണ് യൂസ് ചെയ്യാൻ താല്പര്യമെങ്കിൽ അത് തന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യാം. അല്ലാതെ മാൻഡേറ്ററി ആയിട്ട് പാൻ കാർഡ് 1.0 നിന്ന് പാൻ കാർഡ് 2.0 കൺവേർട്ട് ചെയ്യണമെന്ന് നിർബന്ധങ്ങളൊന്നും ഇല്ല. സോ ബേസിക്കലി ഇതിനകത്ത് പേപ്പർ വർക്കുകൾ കുറയ്ക്കുക, എന്തെങ്കിലും ക്വയറീസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിലേക്ക് മാറ്റുക, അതുപോലെ ഫ്രീ ഓഫ് കോസ്റ്റിൽ വളരെ കുറഞ്ഞ സമയത്ത് പാൻ കാർഡ് ആളുകളിലേക്ക് എത്തിക്കുക. ഈ ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ പാൻ കാർഡ് 2.4 എന്ന് പറയുന്ന ഐഡിയ സെൻട്രൽ ഗവൺമെന്റ് പുട്ട് ഫോർവേഡ് ചെയ്തിരിക്കുന്നത്. സോ ഇതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നിങ്ങൾ ഇനിയിപ്പോൾ ഒരു ബാങ്ക് റിലേറ്റഡ് സർവീസസിന് പോകണം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സർവീസിന് പോകണം, അല്ലെങ്കിൽ ലോൺ റിലേറ്റഡ് ആപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പാൻ കാർഡ് 2.0 ആണ് ഉള്ളത് എങ്കിൽ പാൻ കാർഡ് 1.0 കയ്യിൽ വെക്കുന്നതിനേക്കാൾ പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് നിങ്ങളുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ടും ഫിനാൻഷ്യൽ സർവീസുകൾ നിങ്ങൾക്ക് അവൈൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബേസിക് ആയിട്ട് പാൻ കാർഡ് 2.0 അറിഞ്ഞിരിക്കേണ്ടത്. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ ലിങ്ക് യൂസ്ഫുൾ ആവുന്ന എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.